ലോകത്ത് തന്നെ ഏറ്റവും ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ് ലൈസൻസ് നിഷേധിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. എവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത്? അടുത്ത സീസണിൽ മഞ്ഞപ്പടയെ കളത്തിൽ കാണാൻ കഴിയില്ലേ? അനിൽ വാസുദേവ് വിശദീകരിക്കും. കാണാം. ISL ചരിത്രത്തിലെ ക്ലബിന്റെ ഏറ്റവും മോശം പ്രകടനങ്ങളൊന്നുമായി പ്ലേ ഓഫ് കാണാതെ പുറത്താകൽ. പരിശീലകൻ മിഖായേൽ സ്റ്റാറയെ സീസണിന്റെ പാതിക്ക് പുറത്താക്കുന്നു. എല്ലാ മോശം സമയത്തും കൂടെ നിന്ന ആരാധകർ ചരിത്രത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തുന്നു. സ്റ്റേഡിയം ഒഴിച്ചിട്ട് പ്രതിഷേധിക്കുന്നു. ഒടുവിൽ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടറിൽ മോഹൻ ബഗാന്റെ രണ്ടാം നിര ടീമിനോട് തോറ്റ് നാണം കെട്ട് ഔട്ടാകുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ദുരന്തമായ സീസണായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനിത്. അടുത്ത സീസണിലെങ്കിലും കപ്പടിക്കുമെന്നും കലിപ്പടക്കുമെന്ന പതിവ് പ്രതീക്ഷകളുമായി ഇരിക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി മറ്റൊരു തിരിച്ചടി കൂടി വരുന്നത്. 2025-26 സീസണിൽ ദേശീയ ലീഗിൽ കളിക്കാനുള്ള ലൈസൻസ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിഷേധിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 7 ക്ലബ്ബുകൾക്ക് ലൈസൻസ് നിഷേധിക്കപ്പെടാൻ കാരണം. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച പഞ്ചാബ് FC മാത്രമാണ് ക്ലീൻ സർട്ടിഫിക്കറ്റോടെ ലൈസൻസ് നൽകിയത്. മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഉൾപ്പെടെ 7 ക്ലബ്ബുകൾക്ക് ഉപാധികളോടെയും ലൈസൻസ് നൽകി. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസിംഗ് മാനദണ്ഡങ്ങളിൽ 5 കീ കാറ്റഗറിയുണ്ട്. സ്പോർട്ടിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ, ഫിനാൻഷ്യൽ എന്നിങ്ങനെ. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് നിഷേധിക്കപ്പെടാൻ പ്രധാന കാരണമെന്നാണ് വിവരം. സ്റ്റേഡിയവും ട്രെയിനിങ് ഗ്രൗണ്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും കുറ്റമറ്റതാകണമെന്നാണ് മാനദണ്ഡം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സത്യത്തിലൊരു ബോംബാണ്. അടർന്നു വീഴുന്ന സീലിങ്ങുകളും പൊട്ടിപ്പൊളിഞ്ഞ സീറ്റുകളും, എന്തെങ്കിലും അപകടമുണ്ടായാൽ കാണികളെ ഒഴിപ്പിക്കാൻ വലിയ എക്സിറ്റ് ഗേറ്റുകൾ ഇല്ലാത്തതുമൊക്കെ തുടങ്ങി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പോരാത്തതിന് കച്ചവട സ്ഥാപനങ്ങളും ഓഫീസുകളുമൊക്കെയായി തിങ്ങി നിറഞ്ഞതാണ് സ്റ്റേഡിയം കോംപ്ലക്സ്. പരിശീലന ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും പോരായ്മകൾ ഏറെയുണ്ട്. ക്ലബിൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളാലാണ് ലൈസൻസ് നിഷേധിക്കപ്പെട്ടതെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശദീകരണം. സ്റ്റേഡിയം നവീകരിക്കേണ്ടത് ഉടമസ്ഥരായ GCDയാണ്. അവരുമായി ചർച്ചകൾ തുടരുകയാണെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇത് ആദ്യമായല്ല ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് നിഷേധിക്കപ്പെടുന്നത്. 2020-21 സീസണിൽ ലൈസൻസ് കിട്ടിയില്ല. മറ്റ് 10 സീസണുകളിലും ഉപാധികളോടെയാണ് ലൈസൻസ് അനുവദിച്ചത്. പിഴയൊടുക്കിയാണ് ഇതിൽ നിന്നെല്ലാം തലയൂരിയത്. ഇത്തവണയും അത് ചെയ്താൽ അടുത്ത സീസണിൽ കളിക്കാം. പക്ഷേ ഇതൊക്കെ എത്ര നാളത്തേക്കെന്നതാണ് പ്രധാന ചോദ്യം. സ്റ്റേഡിയം നവീകരണത്തിൽ GCDയ്ക്ക് വലിയ താല്പര്യമില്ലെന്നത് വ്യക്തമാണ്. അതിൻ്റെ ഭവിഷ്യത്തും നമ്മൾ കണ്ടതാണ്. സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ പവലിയനിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്റ്റേഡിയത്തിലെ കച്ചവട സ്ഥാപനങ്ങളിൽ ഒന്നിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു ബോംബിന്മേലാണ് പതിനായിരങ്ങൾ കളി കാണുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണികളുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ഒരു ക്ലബ്ബ് സ്വന്തമായ ഒരു സ്റ്റേഡിയം പണിയുകയോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേഡിയത്തിലേക്ക് കളി മാറ്റുകയോ അല്ലാതെ ഇതിന് ഒരു ശാശ്വത പരിഹാരമില്ല. അല്ലെങ്കിൽ പിഴയൊടുക്കി ഹൈ റിസ്ക് എടുത്ത് കളി തുടരാം.